അത് പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ ലഭിക്കുന്ന ഹദീസില്ല. പിന്നെ എന്തുകൊണ്ട് ഹറാം എന്ന് പറഞ്ഞു? അപ്പം രണ്ട് കാരണം ഒരു പറഞ്ഞു. അത് ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള അധ്യാപനങ്ങൾ ഉണ്ടാവും. ഒന്ന് അതിൻ്റെ കാരണം വ്യക്തമായത്, മറ്റത് കാരണം വ്യക്തമാവാത്തത്. അപ്പോൾ ഇബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ കാരണം വ്യക്തമാവുകയില്ല. അത് അള്ളാഹ് പറഞ്ഞു, റസൂൽ പറഞ്ഞു, അതന്നെ അതിനുള്ളത്. ബാക്കി ഇനി എന്തുകൊണ്ടെന്ന് ചോദ്യമില്ല. എന്നാൽ മറ്റു പല വിഷയത്തിലും അത് കാരണം വ്യക്തമാകും. അപ്പം ഇവിടെ തന്നെ വഴിയിൽ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും നബി ഇത് പറഞ്ഞത്? രണ്ട് സാധ്യത ഉണ്ട്. ഒന്ന്, വഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അത് ഹറാമാണ്, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന മനുഷ്യന്മാർക്കത് ബുദ്ധിമുട്ടാകുമെന്നത് കൊണ്ടാണ്. അപ്പം കാരണം വ്യക്തമാണ്, ആ വഴി ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അല്ലാതെ ഭൂമിൻ്റെ സ്ഥലത്ത് പാടില്ല എന്നാണെങ്കിൽ എവിടെ പറ്റുന്നല്ലോ, വഴിയുമല്ലാത്തൊക്കെ കണക്കാണല്ലോ. അപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഇടമായതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ആ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സമാനമായി ഹുക്കുമ വരും. അവിടെ ഖിയാസാക്കും. അവിടെയാണ് ഖിയാസ്. ഖുർആനോ ഹദീസോ വ്യക്തമായി പറഞ്ഞിട്ടില്ല, എന്നാൽ ഇല്ലത്ത് വ്യക്തമാണ്. എല്ലാത്തിനും ഖിയാസാക്കാൻ പറ്റില്ല. ഖിയാസാക്കുമ്പോൾ 4 ഘടകം വേണം. ഒരു സംഗതി ഖിയാസാക്കണമെങ്കിൽ 4 കാര്യങ്ങൾ ഒത്തുവരണം. ഒന്ന് ഇതുണ്ടോ നമ്മൾ എഴുതാൻ ഇല്ലേ? ഇല്ലെങ്കിൽ വേണ്ട. ഒരു സംഗതി ഖിയാസാക്കണമെങ്കിൽ അവിടെ അർക്കാനുൽ ഖിയാസ്, ഖിയാസിൻ്റെ ഘടകങ്ങൾ 4 എണ്ണമാണ്. ഒന്ന്, ഏതിനോട് ഖിയാസാക്കുന്നു അത്. 2, ഏതിനെ ഖിയാസാക്കുന്നു അത്. 3, ഏത് വിഷയത്തിൽ ഖിയാസാക്കുന്നു. 4, ഖിയാസാക്കി അതിലൂടെ എത്തിപ്പെടുന്ന വിധി എന്താണ്, ഹുക്ം എന്താണ്. അപ്പം ഖിയാസാക്കണമെങ്കിൽ ഇല്ലത്ത്, കാരണം എന്നത് അറിവാകണം. അതാണ് ഖിയാസിൻ്റെ അസ്ലി. അപ്പോൾ ഇപ്പം മദ്യം ഹറാം, അതുകൊണ്ട് ഇന്നതും ഹറാം എന്ന് പറയണമെങ്കിൽ അപ്പോൾ ഒന്ന് മഖീസ് എന്ന് പറയും, ഖിയാസാക്കപ്പെടുന്ന കാര്യം. ഇപ്പം ഇവിടെ ഈ വിഷയത്തിൽ ഏതാണ് പാടില്ല എന്ന് പറഞ്ഞത്? ബാത്റൂമിൽ അധിക സമയം ഇരിക്കൽ ഹറാമാകുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതേപോലെ സമാനമായ ഏത് വിഷയം വന്നാലും. അപ്പോൾ അവിടെ ഹദീസില്ല, ആയത്തില്ല. പിന്നെന്തുകൊണ്ട്? അപ്പം ഇത് പാടില്ല എന്ന് നബി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ പാടില്ല എന്ന് പറയും? സമാനമായി പാടില്ല എന്ന് പഠിപ്പിച്ച മറ്റൊരു വിഷയമുണ്ട്. ആ വിഷയം എന്തുകൊണ്ടാണോ പാടില്ല എന്ന് പറഞ്ഞത്, ആ കാര്യം ഇതിലുണ്ട്, അതുകൊണ്ട് ഇതും പാടില്ല. അപ്പം അവിടുത്തെ ഒഴിവാക്കാൻ പാടില്ല, ഒരു കാരണം അവിടുത്തെ ഒഴിവാക്കാൻ പാടില്ല. അപ്പം ഇവിടെ ആവശ്യമില്ലാതെ അവിടുത്തെ ഒഴിവാക്കലുണ്ട്, അപ്പം അതുകൊണ്ട് ഇതും പാടില്ലാതാവും. 2, മ്ലേച്ഛമായ ഇടങ്ങളിൽ ഒരാൾ അധിക സമയം പോയിരിക്കാൻ പാടില്ല. മ്ലേച്ഛമായ ഇടത്തുനിന്ന് ഒഴിഞ്ഞു പോലാണ് വേണ്ടത്. അപ്പം ബാത്റൂം എന്നുള്ളത് മ്ലേച്ഛമായ ഇടങ്ങളാണ്, പിശാചിൻ്റെ കേന്ദ്രങ്ങളാണ്. അപ്പം അവിടെ പോയി ഇരിക്കൽ നല്ലതല്ല. അപ്പം ഇവിടെ ആവശ്യം കഴിഞ്ഞിട്ടും പിന്നെ ഇരിക്കണമെങ്കിലോ നല്ലതല്ലാത്ത പണി കൊടുക്കുന്നു, അതുകൊണ്ടും അത് പാടില്ല. അപ്പം ഇല്ലത്ത് വ്യക്തമാണെങ്കിൽ, ആ ഇല്ലത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇല്ലത്തുള്ളടത്ത് എന്താണോ ഹുക്മ്, ആ ഹുക്മ ഇവിടെയും ബാധകമാണ് എന്ന് പറയാം. അതാണ് ഖിയാസ്. നമ്മൾ ഫസ്റ്റ് ആമുഖത്തെ ക്ലാസ് പറഞ്ഞിരുന്നു, ഖിയാസ് എന്നാണ് വിധി പഠിപ്പിക്കപ്പെട്ട ഒന്നിനോട് വിധി പഠിപ്പിക്കപ്പെടാത്ത ഒന്നിനെ താരതമ്യം ചെയ്യുക. അങ്ങനെ താരതമ്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇല്ലത്ത്. 1 മഖീസ്, 2 മഖീസ് അലൈഹി. 1 മഖീസ്, മറ്റൊന്ന് മഖീസ് അലൈഹി. മഖീസ് അലൈഹിക്ക് അസ്ല് എന്ന് പറയും, മഖീസിന് ഫർ എന്നും പറയും. പിന്നെ ഇല്ലത്താണ് ഇതിനുള്ള കാരണം, ഈ ഇത് വരാനുള്ള കാരണം. 4-മത് ഹുക്മ്, അതിൻ്റെ വിധി. അപ്പം ഈ വിധി ഇതിലുണ്ടാവും. ഒരു സംഗതിയിൽ വിധി വന്നു, അതാണ് അസ്ല്. അപ്പം അസ്ലിൻ്റെ ഹുക്മ് ഖുർആനിലോ സുന്നത്തിനോ കിട്ടും. ഫർഇൻ്റെ ഹുക്മ് ഖുർആനിലുമില്ല, സുന്നത്തിലുമില്ല. പക്ഷേ ഈ അസ്ലിന് ഈ ഹുക്മ് വരാനുള്ള കാരണം ഇതാണ്. ഈ അസ്ലിന് ഈ ഹുക്മ് വരാനുള്ള കാരണം ഈ ഇല്ലത്താണ്. അതേ ഇല്ലത്ത് ഫർഇലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. ഈ ഇല്ലത്ത് ഫർഇലുണ്ട്. അപ്പം ഇതിന് ഈ ഹുക്മ് വരാൻ കാരണം ഈ ഇല്ലത്താണല്ലോ, അതേ ഇല്ലത്ത് ഇതിലുണ്ട്. അപ്പം ഇതിനും ആ ഹുക്മ് വരണം, അതാണ് ഖിയാസ്. അപ്പം അതിന് ഇല്ലത്ത് അറിയണം. ഇല്ലത്തിന് ഒരുപാട് ഷർത്ത് വേറുണ്ട്. ഇല്ലത്ത് അറിയണം എന്ന് മാത്രമല്ല, ഈ ഇല്ലത്ത് കൊണ്ട് തന്നെയാണ് ഹുക്മ് വന്നത് ഉറപ്പാവണം. ആ ഇല്ലത്ത് കൊണ്ടാണ് ഹുക്മ് വന്നത്. ചിലപ്പോൾ ഇതിന് ഹുക്മ് വന്നത് ഈ ഇല്ലത്ത് കൊണ്ട് മാത്രമാകണമെന്നില്ല. ഒരു സംഗതിക്ക് 2, 3, 4 ഇല്ലത്തുണ്ടാകാം. ആ 4 ഇല്ലത്ത് ചേർന്നത് കൊണ്ടാണ് ഈ ഹുക്മ വന്നത്. അതിൽപ്പെട്ട ഒന്നേ ഉള്ളൂ, അപ്പോൾ ഖിയാസാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിലുള്ള ഒരു ഘടകം ഇതിലുമുണ്ട്,
പക്ഷെ ഈ ഘടകം ഉള്ളത് കൊണ്ടല്ല വിധി വന്നത്. ഉദാഹരണം, മദ്യം ഹറാമാണ്, മദ്യം ഹറാമാണ്, മദ്യത്തിൽ ലഹരിയുണ്ട്, മദ്യത്തിൽ ദുർഗന്ധമുണ്ട്, മദ്യത്തിൻ്റെ നിറമുണ്ട്. ഇതൊക്കെ മദ്യത്തിലുള്ള ചില ഘടകങ്ങളാണ്. ഒരാൾ പറയാം മദ്യം ഹറാം, മദ്യത്തിൻ്റെ അതേ നിറമാണ് കട്ടൻ ചായക്ക്, അതുകൊണ്ട് അതും ഹറാം എന്ന് പറഞ്ഞാൽ ആ ഖിയാസ് ബാത്തിലാണ്. കാരണം മദ്യത്തിൻ്റെ ആ നിറമുണ്ടായത് കൊണ്ടാണോ ഹറാമായത്? അല്ല. അപ്പം മദ്യത്തിലുള്ള ഒരു ഘടകം ഏതിലുണ്ട്? കട്ടൻ ചായയിലുണ്ട്. പക്ഷെ ആ ഘടകമല്ല മദ്യത്തിൽ ഹറാം എന്ന ഹുക്കുമിനെ നിർബന്ധമാക്കിയത്. അതുകൊണ്ട് ആ ഇല്ലത്ത് വേറെ കാണുമ്പോൾ ഇത് അങ്ങനെ ഖിയാസാക്കാൻ പറ്റൂല. മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധമുണ്ട്, അതുകൊണ്ട് അതേ ഗന്ധമുള്ള മറ്റൊരു പാനീയം അത് ഹറാമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം ഈ ഗന്ധമുണ്ടായത് കൊണ്ടല്ല ഹറാമായത്. കാരണം അങ്ങനെയാണെങ്കിൽ ഗന്ധമില്ലാത്ത മദ്യം വന്നാൽ ഹലാലാവും. പിന്നെ എന്തുകൊണ്ട് ഹറാമായി? ലഹരി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഹറാമായത്. അപ്പം ലഹരി ഉണ്ടാക്കുന്ന പുതിയ വല്ല സാധനം വന്നു, അത് ഹറാമാ പറയാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? മദ്യം ഹറാമാവാൻ എന്താണോ കാരണം, ആ കാരണം ഇതിലുമുണ്ട്. അതാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ വായിച്ച സ്ഥലത്ത് ഇപ്പം വഴി ഹദീസിൽ വന്നു, അതേപോലെ തണല് ഹദീസിൽ വന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു വനഹവിഹി, അതുപോലുള്ളതും. അപ്പം അതുപോലുള്ളതിൽ പാടില്ല എവിടുന്ന് കിട്ടി? ഹദീസിലുണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ എവിടുന്ന് കിട്ടി? വഴിയും തണലും എന്തുകൊണ്ടാണോ ഹറാമായത്, അതേ കാലം എവിടേക്ക് വന്നോ അവിടേക്ക് ഹറാമാകും. അപ്പം ഫിഖ്ഹിൽ ഒരുപാട് മസ്അല ഖിയാസായിട്ടാണ് വരിക. എന്നാൽ ഇല്ലത്ത് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, ഇബാദത്തായ കാര്യങ്ങൾ. അവിടെ ഇല്ലത്ത് അറിയില്ല. ഇപ്പം മഗ്രിബ് 3 റക്അത്ത്, അതുകൊണ്ട് ഇശാ ഏതായാലും 3 മതി, ശരിക്കും 2 മതി, ഏതായാലും 3 മതി, 4 ഏതായാലും വേണ്ട എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. മഗ്രിബ് എന്തുകൊണ്ട് 3? ഒറ്റ കാരണമേ ഉള്ളൂ, അല്ലാഹ് നമ്മോട് പറഞ്ഞത് 3 നിസ്കരിക്കാനാണ്. വേറെ നമുക്കറിയില്ല. എന്തേ മഗ്രിബ് 3 ചോദിച്ചാൽ അല്ലാഹ് അങ്ങനെ പറഞ്ഞു, റസൂൽ അങ്ങനെ പറഞ്ഞു. അതിന് എന്തുകൊണ്ട്? അല്ലാഹു അഅലം. അതുകൊണ്ട് മഗ്രിബ് എങ്ങനെയാണെങ്കിൽ അതും അങ്ങനെ എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റൂല. ഇബാദാത്തിൻ്റെ വിഷയങ്ങളിൽ ഖിയാസില്ല. മരിച്ചാക്ക് വേണ്ടി ദുആ ചെയ്താൽ അയാൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും. മരിച്ചാക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതിൻ്റെ ഗുണം അയാൾക്ക് ലഭിക്കും. അപ്പം പിന്നെ മരിച്ചാക്ക് ഖുർആൻ ഓതിയാലും കിട്ടണ്ടോ ചോദിച്ചാലോ പറ്റൂല. മരിച്ചാക്ക് സ്വതക്ക കിട്ടുമെങ്കിൽ ഖുർആനോത്തും കിട്ടൂലേ? ആ ഖിയാസിന് പ്രസക്തി ഇല്ല. ഇബാദാത്തുകളിൽ ഖിയാസില്ല, ഇബാദത്ത് വിഷയങ്ങളിൽ ഖിയാസില്ല. അത് എന്താണോ പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാം. നിസ്കാര ശേഷം 30 കൊല്ലം സുബ്ഹാന ചെല്ലണം, എന്നാ പിന്നെ സുന്നത്തിന് ശേഷം 30 കൊല്ലം ചെല്ലണം എന്ന് പറഞ്ഞാലോ പറ്റൂല. ഫർദിന് ശേഷം നബി പറഞ്ഞാൽ ഫർദിന് ശേഷം, സുന്നത്തിന് ശേഷം നബി പറഞ്ഞാൽ സുന്നത്തിന് ശേഷം, രാവിലെ ചൊല്ലാൻ പറഞ്ഞാൽ രാവിലെ, വൈകുന്നേരം ചൊല്ലാൻ പറഞ്ഞാൽ വൈകുന്നേരം. അപ്പം എന്തേ അപ്പം രാവിലെ പറഞ്ഞു, മറ്റെന്തേ വൈകുന്നേരം പറഞ്ഞു? അല്ലാഹു അഅലം. നബി എങ്ങനെയാണ് പറഞ്ഞത്? ഇബാദത്തുകളുടെ കാരണങ്ങൾ നമുക്ക് അറിയില്ല. മുആമലാത്തുകളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പലതിലും കഴിയും. അത് കഴിയാത്തടത്തൊക്കെ അത് തഅബ്ബുദിയാണ്, തൗഖീഫിയാണ്. അല്ലാഹു റസൂലും പറഞ്ഞു അവിടെ നിൽക്കുക. അപ്പോൾ വുളൂ ചെയ്യാൻ വെള്ളം വേണം. വെള്ളമില്ലേ, വെള്ളത്തെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന ശുദ്ധമായ പ്രതലം, മണ്ണോ അല്ലെങ്കിൽ ആ സമാനമായ സംഗതികളോ ഉപയോഗിക്കാം. അപ്പോൾ എന്താ ഇത് അങ്ങനെ? അത് നിശ്ചയിച്ച് അങ്ങനെയാണ്. എന്നാ പിന്നെ ഒരു ശീലത്തെ തുടച്ചാൽ പോലെ വെച്ചാലോ അത് പറ്റില്ല. വെള്ളമില്ലെങ്കിൽ ഇതിനാ മണ്ണൊക്കെ പോണത്, തുണി കൊണ്ട് തോത്തിയാൽ പോലെ വെച്ചാൽ അത് നബി പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞാലോ അത് പറ്റും. അവിടെ ഇല്ലത്ത് നമുക്ക് വ്യക്തമല്ല. അപ്പം ഇല്ലത്ത് വ്യക്തമല്ലാത്തതിൽ ഖിയാസാക്കാൻ പറ്റുകയില്ല. ഇല്ലത്ത് വ്യക്തമായി, ഖിയാസിന് പ്രധാനപ്പെട്ട ഘടകമാണ് ഇല്ലത്ത്. ഇല്ലത്ത് ഉണ്ടായാൽ പോരാ, ആ ഇല്ലത്തിന് നിശ്ചയിക്കപ്പെട്ട 4-5 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെല്ലാം പൂർത്തിയായെങ്കിൽ മാത്രമേ ആ ഇല്ലത്ത് വെച്ചുകൊണ്ട് ഹുക്മ് മറ്റൊരു പറയാൻ പറ്റുകയുള്ളൂ. അപ്പം ഫിഖ്ഹിൽ വന്ന എല്ലാ മസ്അലയിലും നിൽക്കുന്ന ആയത്തിൽ ഹദീസ് ഉണ്ടാവില്ല. എന്നാൽ ഒരു ആയത്തിൻ്റെയും ഹദീസിൻ്റെയും പിൻബലം അതിനുണ്ടാകും. ആ ഹദീസ് അങ്ങനെ വന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഹുക്മുണ്ടായത് എന്ന് പറയും. അല്ല ഒരു അടിസ്ഥാനം ചില വെറുതെ തോന്നിയ ഹുക്മ് പറയിച്ചാൽ പറയില്ല. അപ്പം മറ്റേതെങ്കിലും ഒന്നിമയ്ക്ക് തുല്യപ്പെടുത്തിക്കൊണ്ടോ അതിൽ വന്ന ഒരു ഇല്ലത്തിനെ ഇതിലേക്ക് വെച്ചുകൊണ്ടൊക്കെയാണ് ഇതിലവൾ കാര്യങ്ങൾ പറയാറുള്ളത്. വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഓ തഹത്ത ഷജറത്തിൻ അലൈഹ സമർപ്പം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മസ്അല തന്നെ, തിന്മക്ക് ഉപയോഗിക്കുന്ന തണലാണെങ്കിൽ അവിടെ മൂത്രയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചല്ലോ. അതിപ്പോൾ ഹദീസിലുണ്ടോ ചോദിച്ചാൽ ഇല്ല. പിന്നെ ആ ചർച്ച എങ്ങനെ പണ്ട് നമ്മൾ കൊണ്ടുവന്നു? എന്തുകൊണ്ടാണ് തണലിൽ മൂത്രമൊഴിക്കരുത് പറഞ്ഞത്? ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇരിക്കുന്ന ആളുകളോ അതിലും വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത്. ഗീബത്ത് പറയുന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾക്ക് വിധേയമാക്കുന്നു. അപ്പം ആ തിന്മയെ തടുക്കാൻ ഈ എടുങ്ങാറുണ്ടാക്കലാണ് വഴിയെങ്കിൽ ഏതിനെ മുന്തിക്കണം? അതാണ് അവിടുത്തെ സ്ഥിതി. ഏതിനെയാണ് മുന്തിക്കേണ്ടത്? അപ്പം നമ്മൾ ഒരു എടുങ്ങാറുണ്ടാക്കി വെച്ചാൽ അതിലും വലിയ എടുങ്ങാറ് അവിടുന്ന് ഒഴിവായി പോകുമല്ലോ. എന്നാ പറയുക ഇതല്ലേ നല്ലത്? പക്ഷെ അതാണ് നല്ലത് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? വഴികളിലും തണലുകളും നിങ്ങൾ മലമൂത്ര ചെയ്യരുത് എന്ന് നബി പറഞ്ഞു. ആ നബി പറഞ്ഞാൽ അത് പൊതുവായ അധ്യാപനമാണ്. അപ്പം ഇനി അതിൽ നിന്ന് ഒരു തണലിനെ ഒഴിവാക്കണമെങ്കിൽ അതിന് വേറെ തെളിവാണ്. വഴിയിൽ നിങ്ങൾ മലമൂത്ര ചെയ്യരുത് എന്ന് നബി പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വഴിയിലും പാടില്ല എന്നാണ് പൊതുവായ തത്വം. അപ്പോൾ ഒരു വഴി അതിന് ഒഴിവാകണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണം. അതില്ലാത്തത് കൊണ്ട് ആ ഹദീസ് നമ്മൾ പൊതുവായി എടുക്കുന്നു. രണ്ടാമത്, അവിടെ ഉള്ള വലിയ തിന്മയെ ഒഴിവാക്കാൻ ഇതല്ലാത്ത കാരണങ്ങളുണ്ട്, ഇതല്ലാത്ത വഴികളുണ്ട്. അള്ളാഹു മുസ്ലിം പഠിപ്പിച്ച മാർഗമുണ്ട്. ഓരോ ഉപദേശം കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിയമപരമായി നേരിടുക. ആ വക മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം പിന്നെ ഈ ഹദീസിൻ്റെ അർത്ഥവ്യാപ്തിയെ ചുരുക്കിക്കൊണ്ട് ഇതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ ഹദീസ് അങ്ങനെ അംഗീകരിക്കുന്നു. മറ്റേതിന് വേറെ വഴികൾ സ്വീകരിക്കുകയാണ് കൂടുതൽ അഭികാമ്യം എന്നാണ് അത് തിരിച്ചു പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പം എന്ത് മസാല പറഞ്ഞാലും ഒരു ബേസിൽ നിന്നുകൊണ്ടേ പറയുള്ളൂ. ഖുർആനും ഹദീസുമാകുന്ന ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് എല്ലാം പറയുമ്പോൾ. സാധാരണ ഈ ഓടിൻ്റെ പേരുണ്ടല്ലോ, കൈക്കോലും പട്ടിക ഒക്കെ ചെന്ന് അവസാനം മുട്ടിൽ കൊടുക്കുകയാണ്. ഒരു കൈക്കോലും വെക്കാണ്, ഒരു കഴിക്കോലും അതിൽ വെക്കും, പിന്നെ കൈമക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൊളുത്തേക്കുക. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഖുർആനും ഹദീസും ഉണ്ടാകും ബേസ് അസ്ലിയായിട്ട്. അയിമെന്ന് കൊളുത്തിക്കൊണ്ടേ ബാക്കിയെല്ലാം വരികയുള്ളൂ. അയിമ കൊളുത്താതെ ഒരു പട്ടിക വെച്ചാലോ അത് മുന്നോട്ട് ചെയ്യും, അത് കുതലോ, അത് സ്വീകാര്യമല്ല. അതാണ് ഫിഖഹി മസ്അലകളുടെ പ്രത്യേകത.